അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാധനകളുടെ പൂക്കാലമാണ് റമദാൻ. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇങ്ങനെ മനുഷ്യർക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ട ആരാധനകളിൽ മിക്കവാറും ആരാധനകളൊക്കെയും വിശ്വാസികൾ റമദാനിൽ നിർവഹിക്കാറുണ്ട്. പക്ഷെ ആ ആരാധനകളിൽ മനുഷ്യർക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നാറുള്ളത് സക്കാത്ത് എന്നുള്ളൊരു സംഗതിയാണ്. നമസ്കരിക്കുന്ന, കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന പലരും സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കപടവിശ്വാസികൾ നമസ്കരിക്കാറുണ്ടായിരുന്നു, മടിയോടുകൂടിയാണെങ്കിലും. പക്ഷേ സക്കാത്ത് അവർക്ക് ഏറ്റവും, അല്ലെങ്കിൽ ദാനധർമ്മം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അലോസരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ കുറിക്കാൻ സദക്ക എന്നുള്ള പദം കൂടി പ്രയോഗിച്ചത്. സദക്ക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സിദുക്കുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ മുഅ്മിനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈമാൻ സത്യസന്ധമാണ് എന്ന് കുറിക്കുന്ന സാധനമാണ് സദക്ക എന്നുള്ളത്. അതുകൊണ്ടാണ് സിദ്ദീഖിൽ നിന്ന് സദക്ക എന്നുള്ള പദം കടന്നു വന്നിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിൽ നമുക്ക് അലോസരം ഉണ്ടാകുന്നത്? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ധനം തീർന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ധനം സക്കാത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ദാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് തീർന്നു പോവുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഒമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന ബിഹി വജ്ഹല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് എങ്കിൽ ഫൗലായിക ഹുമുൽ മുളൈഫൂൻ. അങ്ങനെ ചെയ്യുന്നവർ ആ സക്കാത്തിനെ അല്ലെങ്കിൽ ധനത്തെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. രണ്ടാമത്തത്, തീർന്നു പോകുമെന്ന് നമ്മുടെ ഭയമെങ്കിൽ നമ്മളാണത് സമ്പാദിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ മിടുക്ക് കൊണ്ടാണ് അത് കിട്ടിയത് എന്നുള്ള ബോധത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സമ്പത്ത് നമ്മുടെ മിടുക്കല്ല. അത് ഖാറൂനിൻ്റെ ഒരു സങ്കല്പമായിരുന്നു, ഇന്നമാ ഊതീതു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ കഴിവ് കൊണ്ടാണ് അത് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ അള്ളാഹു പറയുന്നത് അത് അങ്ങനെയല്ല. അപ്പോൾ അള്ളാഹു തന്നതാണ് എന്ന ബോധമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഖജനാവ് ഒരിക്കലും തീർന്നു പോകുകയില്ല. ഒമാലക്കും അല്ലാ തുൻഫിഖു ഫീ സബീലില്ലാഹ് വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഖജനാവ് മുഴുവൻ അള്ളാഹുവിൻ്റെ കയ്യിലാണ്, തീർന്നു പോകുകയില്ല. അപ്പോൾ ഈമാനിൻ്റെ പൂർണ്ണതയും ഈമാനിൻ്റെ സത്യസന്ധതയുമാണ് സക്കാത്ത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.